Hello guys, welcome to Thompson Reaction. So இன்னைக்கு நம்ம பார்த்தீங்கன்னா லாங் லாஸ்டிங் லாங் அவைட்டட் மூவி. ஸோ எப்போவோ பார்க்க வேண்டியது எப்போ போல்ல போட்டோம் அந்த படம் போட்டோம்னு நினைக்கிறேன். பட் லாஸ்ட் வீக் வந்து நம்ம டொவினோ தாமஸோட படம் பார்த்து வெறித்தனமாயிட்டோம். ஸோ திருப்பி படம் பிடிச்சிருந்துச்சி. அதுவும் இல்லாமல் ரியாக்ஷன் வேற நல்ல ரெஸ்பான்ஸ் இருந்துச்சு. இல்ல நான் என்னன்னா ஓடாது தான் சுத்தமா ஓடாது. இது 1000 வியூஸ் கூட வராதுன்னு தான் நினைச்சேன். ஸோ வந்து 1000 வியூஸ் கூட வராதுன்னு நினச்சேன். பட் ஆனால் நம்மளுக்கு அது வந்து மற்ற படம் பெரிய ஹீரோ படத்தை போகிற அளவுக்கு போச்சு. அது அந்த மாதிரி தான் நல்ல நம்மளுக்கு படமும் நல்லா பிடிச்சிருக்கணும், நல்ல ஒரு கமெண்ட்ஸும் நல்லா அதுக்கு ஏற்ற மாதிரி வந்தால் நல்ல ஒரு ஃபீல் இருந்துச்சு. ஸோ இன்னி நான் பார்க்க ஒரு மூவி என்னன்னு பார்த்தீங்கன்னா டொவினோ தாமஸோட ஸோ இந்த படத்தோட ட்ரான்ஸ்லேட் சீக் அண்ட் யூ ஷல் ஃபைண்ட், தேர்னா கிடைக்கும். ஸோ இந்த படத்தை டைரக்ட் பண்ணிட பார்த்தீங்கன்னா டார்வின் குரியகோஸ். பேர் எங்கேயோ படத்தோட ரைட்டர் பார்த்தீங்கன்னா ஜினோவி ஏப்ரஹாம். ஸோ இந்த படத்தோட கேஸ்டிங் யார் பார்த்தீங்கன்னா ஒரே ஆள், மெயினாக பார்த்தீங்கன்னா ஒரே ஆள் தான். எங்கன்னு டொவினோ தோமஸ் தான். அண்ட் இன்னொரு சொல்லி ஆகணும், மியூசிக் பை சந்தோஷ் நாராயணன். எஸ், சானா இருக்காரு. கோவிந்த் வசந்தா மேலே ஒரு எக்ஸ்பெக்டேஷன் இருந்துச்சு. ஆனால் வந்து போன இதில் வந்து மாட்டிக்கின பங்கு என்ன படம் அது போன இது தானே. ஸோ இந்த படம் பார்த்தீங்கன்னா இட்ஸ் மலையாளம் லாங்குவேஜ் போலீஸ் ப்ரொசீஜரல் ட்ராமா. இது மாதிரியா அந்த ரோந்து நரி வேட்டா அந்த மாதிரி போலுது. ஓகே, ஸோ பார்ப்போம் இந்த படம் வந்து எப்படி இருக்குன்னு. ஸோ அந்த படத்தில் கேஸ்டிங் ஆண்ட்ரே எல்லாமே. ஸோ நம்ம அன்பஷிப்பின் கண்டதும் ரியாக்ஷன் போகலாம். അതാരാന്ന് മനസ്സിലായോ? അങ്ങേരെ നമ്മുടെ ലൗലിമാ തങ്കീസിലെ. ഇനി അങ്ങോട്ട് എന്ത് കാര്യത്തിന് ചാടി ഇറങ്ങുന്നതിന് മുമ്പ് ദാ മുഖം ഒന്ന് ചിന്തയിൽ വെക്കണം. இல்ல ஒரிஜினல் பொழுது சில படத்துல கேரக்டர் மேலே இந்த மனுஷன்தான் வந்து அந்த கலை படத்துல நடிச்ச சொன்னாரா நம்புவாங்க. സാറ് വിളിക്കുന്നുണ്ട്. ആ വാടോ. ആനന്ദ് സാർ എന്നെ മനസ്സിലായോ? പ്രശാന്തൻ. ഓ, പേര് പോലും മറന്നില്ലല്ലോ. സാറെ പറ്റി എന്താ വന്നേ ഉള്ളൂ. ആ അതാ കാണാഞ്ഞേ. ഇതുപോലെ 8 മാസം മുമ്പ് കാണാവുന്നത് ഇന്നലത്തെ പോലെ എന്റെ മനസ്സിലുണ്ട്. കൂടെ നാരായണപിള്ള സാർ. പുതിയ പോസ്റ്റിംഗ് എവിടെയായിരുന്നു അല്ല അറിഞ്ഞായിരുന്നു സാറേ? ഇല്ല, എന്നോട് ഇന്ന് വന്ന് കാണാൻ പറഞ്ഞു. ആ, ഞാനൊന്ന് DYSP ഖാൻ സാറിന്റെ ഓഫീസ് വരെ പോവാ. തിരിച്ചു വരാൻ എന്തായാലേ, അതുകൊണ്ട് ഈ 2ാം വരവിൽ ആദ്യ സല്യൂട്ട് സാറിന് എന്റെ വക തന്നെ ആയിക്കോട്ടെ. கேரளா கிரைம் ஃபிலிம்ஸ் லைட்டாக வந்து நினைச்சேன். டி வாய்ஸ் தானே? எஸ் ஐயா. പൊളപ്പം എത്ര വയസ്സുണ്ട്? 18 കഴിഞ്ഞു. ഫോട്ടോ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. എന്താ സുഖു? ഒരു മിസ്സിംഗ് കേസാണ് സാറേ. யாரு அது பெப்பர் திருடு பார்ட்னர் வருவாரு. பெப்பரா? എനിക്ക് 3 கலை படத்துல பெப்பர் திருடு ഇവിടെ നാട്ടകത്ത് ഗവൺമെന്റ് കോളേജിൽ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാൻ ഇന്നലെ കാലത്ത് കോളേജിൽ പോയതാ. ആദ്യം വിചാരിച്ച് ഒന്നിച്ചിരുന്ന് പഠിക്കാൻ കൂട്ടുകാരികളുടെ ആരുടെയും വീട്ടിൽ പോയതായിരിക്കുന്ന. പരീക്ഷ എടുക്കുമ്പം അങ്ങനെ ഒരു പതിവ് അവക്കുണ്ട്. ആ വിചാരത്തിൽ സന്ധ്യയ്ക്ക് ഒരു 7 മണി വരെ ഞങ്ങൾ കാത്തിന്നിട്ടും കാണാതായപ്പം അവൾ പോകാൻ സാധ്യതയുള്ള 1-2 കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഞാൻ തിരക്കി. അവരൊക്കെ പറഞ്ഞത് അവളെ ഒരു കോളേജിൽ വെച്ച് കണ്ടതേ ഉള്ളെന്നാ. ഇയാളാരാ? ഞാൻ കോരുത് ഇവരുടെ വാർഡ് മെമ്പറാ സാർ. പിന്നെ മാത്തൻ ചേട്ടൻ്റെ ഒരു അകന്ന ബന്ധുകൂടാ. ഇനി അവക്ക് ഞങ്ങൾ അറിയാത്ത വല്ല ബന്ധമുണ്ടോന്നായി പിന്നെ ഞങ്ങളുടെ ചിന്ത. അങ്ങനെ ഉണ്ട്. രാവിലെ തന്നെ കോളേജിൽ ചെന്ന് ഇരുചെവി അറിയാതെ അതൊന്ന് അന്വേഷിക്കണം. അഥവാ കൊച്ചിന് വല്ല അബദ്ധവും പറ്റിയതാന്ന്
നാലാൾ അറിയും മുമ്പ് അവളെ എങ്ങനെയും കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ സാറേ ഞാനും കുടുംബം കഴിഞ്ഞ രാത്രി കഴിച്ചു കൂട്ടിയേ. കാലത്തെ കോളേജിൽ പോവാനായിട്ട് ഇങ്ങേരും കൂട്ടി ഞാൻ മന്ദിരം ബസ് സ്റ്റോപ്പിൽ ചെന്നതാണ്. അപ്പോഴാ അവിടെ പെട്ടിക്കട നടത്തുന്ന കുഞ്ഞേപ്പ ചേട്ടനിൽ നിന്ന് യാദൃശികമായിട്ടൊരു വിവരം അറിയാൻ കഴിഞ്ഞത്. എന്നാ പറ്റി മോളെ ഇന്ന് നേരത്തെ അല്ല കുഞ്ഞപ്പച്ച, ഈ കൊല്ലത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ആ പിന്നെ നിന്റെ അപ്പനോട് പറ, അവൻ ചോദിച്ച വാഴവിത്ത് ഞാൻ പിരിച്ചു വെച്ചിട്ടുണ്ട്, വൈകിട്ട് ഒന്ന് എടുത്തോണോന്ന്. ഓ പറഞ്ഞേക്കാം. அப்படியே தானே ஆகுது பொண்ணு. 24 அப்படியா? പടം 24 தான். രാവിലെ ഇവനെ കണ്ടപ്പം നിന്റെ മോളോടെല്ലാം പറഞ്ഞയച്ചിട്ട് നീ എന്താ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോഴാ സാറേ ഇതൊക്കെ ഞാൻ അറിയുന്നേ. ലൗലി വന്ന് ബസ് ഇറങ്ങിയപ്പം ആരേലും അവളെ കാത്തു നിൽക്കുന്ന പോലോ പിന്തുടരുന്ന പോലോ അങ്ങനെ വല്ലതും തോന്നിയായിരുന്നു കുഞ്ഞപ്പേട്ടന്? അങ്ങനെ തോന്നിയില്ല. ആ സമയത്ത് ഇവിടെ ഹോമിയോ കോളേജിലെ 2 പിള്ളേരുണ്ടായിരുന്നു. അവര് സിഗരറ്റ് വലിക്കാനും നാരങ്ങാവെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് ലൗലി പോയതിന് പിന്നാലെ അവര് പോകുന്ന ഞാൻ കണ്ടു. ഏതാ ചാക്കോച്ചിന്റെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന പിള്ളേരാണോ? ആ സാറേ, അവന്മാർ കുഴപ്പക്കാരാട്ടോ. ഈ ഇടയായിട്ട് ഒരുപാട് കംപ്ലൈന്റ് അവന്മാരെ പറ്റി വരുന്നുണ്ട്. എല്ലാം ഈ പെൺപിള്ളേരെ ശല്യപ്പെടുത്തി എന്നുള്ളതാ. அவமால ஒரு கண்ணு இருக்கட்டும். ഇവിടുന്ന് എത്ര ദൂരമുണ്ട് മാത്തഞ്ചേട്ടൻ്റെ വീട്ടിലോട്ട്? കഷ്ടി 1 കിലോമീറ്റർ. നമുക്ക് ഏതായാലും ആ വഴിക്ക് നടക്കാം. കുഞ്ഞപ്പേട്ടനും വരണം. ബാറ്റ്മാൻ ആർഗ്യുമെന്റഡ് ഇത് இருக்கும். இதுல இந்த பையன்டா, படக்கலம்ல இந்த பையன்டா, ஒரு பையன். மரம் கிராஃபிக்ஸா உள்ள சிஜி பண்ணிது. സാറേ സാറേ ഇതാ അവന്മാർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്. വാ പോയി പിടിച്ചിറക്കിക്കൊണ്ടോ എല്ലാത്തിനും. എനിക്കൊന്നും അറിയത്തില്ല സാറേ. எதுக்குடா കുഞ്ഞപ്പേട്ടാ ഇവനെ സാറേ, പിന്നെ ഇതേ അവനും. അങ്ങനെ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ലൗലിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. കമന്റ് അടിച്ചും പാട്ടുപാടിയും നീയൊക്കെ ആ കൊച്ചിനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തു. ഒടുവിൽ വാടക വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ നിങ്ങൾ അവളെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു. അവൾ വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ നീയൊക്കെ ബലമായി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതുവരെ ക്ലിയറാ? ബാക്കി പറ. സാറേ, ഞങ്ങൾ അവളെ ഫോളോ ചെയ്തതും കമന്റ് അടിച്ചതും വീട്ടിലേക്ക് വിളിച്ചെന്നൊക്കെ ഉള്ള സത്യം. പക്ഷെ ബലമായിട്ടൊന്നും പിടിച്ചോണ്ട് പോയിട്ടില്ല. പിന്നെ അവള് തന്നെ വന്ന് കയറിയോടാ. അയ്യോ ഇല്ല, അവള് വീട്ടിൽ വന്നിട്ടേ ഇല്ല. നല്ല പൊട്ടീര് കൊടുക്ക് സാറേ, അപ്പയുമാര് സത്യം പറയും. സാറേ, അങ്ങനെ അല്ല ഉണ്ടായത്. എന്നാലോ വിളിച്ചത്? 1.5 കിലോ വാള വീട്ടിൽ അപ്പച്ചൻ കൊടുത്തേച്ച് വരുന്ന വഴിയാ. വേഗം ചെല്ല്, ഇപ്പൊ ചട്ടിയിലേക്ക് കാണും. അയ്യടാ, ഞങ്ങൾ വിശ്വസിച്ചു. ഇപ്പൊ വേണ്ട, പുറത്ത് ആളുകൾക്കല്ലേ. அவன் அந்த டிஸ்ட்ரிக்ட் ஒருத்தன் வந்த மாதிரி கூட இந்த ஆரஞ்சு சட்டை அவனும் டவுட்டாக இருக்கு. എന്നേലും വിവരം കിട്ടിയോ? വാർഡ് മെമ്പർ ഇല്ല. മാത്തച്ചോ, വീട്ടിൽ ഇന്നലെ എന്നാ മീനായിരുന്നു? ആറ്റുവാളയായിരുന്നു സാറേ. ഓ, അവക്കത് വലിയ ഇഷ്ടമായിരുന്നേ. അതും കറി വെച്ച് കുറച്ച് കപ്പയും വേവിച്ച് ഞങ്ങൾ അവളൊരു 2:30 വരെ കാത്തിരുന്നായിരുന്നു. ആരാ മീൻകാരൻ? അത് ബേബിയാ സാറേ. നമ്മുടെ അവിടെയൊക്കെ സ്ഥിരമായിട്ട് മീൻ തരുന്നത് അവനാ. എന്നാ സാറേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. വാ. அவன் பையன் மேலே டவுட் போயிடுச்சு அவனுக்கு. അതുപ്പേ ആ മീൻകാരോട് ചോദിച്ചു ഈ പിള്ളേരുടെ മൊഴിയൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെ ലൗലി ഇന്നലെ അവളുടെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയത് കൊണ്ടും വീട്ടിലോട്ടുള്ള വഴി പാതി ദൂരം പോയിട്ടുള്ളത് കൊണ്ടും ഇതിപ്പം വെറും ഒരു മിസ്സിംഗ് കേസല്ല. സേന സാർ, ആ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളും കിണറുകളും ഒക്കെ അരിച്ചു വെറുക്കണം ഇപ്പം തന്നെ. ശരി സാർ. അതുപ്പേ നമുക്ക് ആ മാത്തച്ഛൻ്റെ വീട് വരെ ഒന്ന് പോകണം. പോ സാർ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കിത് മുകളിലോട്ടൊന്ന് അറിയിക്കണ്ടായോ? ആ വേണം. ഞാൻ CA സൈമൺ സാറിനെ ഫോൺ ചെയ്യാൻ പോവാ. ലൗലി വലിയ ദൈവവിശ്വാസിയാ അല്ലേ? ആന്ന് സാറേ. ചെറുപ്പത്തിൽ മടത്തി ചേരണം എന്നായിരുന്നു അവൾക്ക്. ഞങ്ങൾ വിട്ടില്ല. ஓ இதுதான் அது டைட்டிலு. கரெக்டாக ஹைலைட் பண்ணி டைட்டில் மட்டும் போட்டா.
அவ்வளோ ஆனிமேஷன்லாம் பண்ணதா நல்ல ஒரு சிஜி பண்ணிடுறாங்க. ലവ്ലി ഇന്നലെ കോളേജിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞായിരുന്നോ? വല്ല കൂട്ടുകാരികളുടെ അടുക്കലോ മറ്റോ? ഇല്ല, ഹോൾ ടിക്കറ്റ് മേടിച്ചോണ്ട് നേരെ ചേച്ചി ഇവിടെ ചുറ്റുവട്ടത്ത് ആരാ ലവ്ലിയുടെ ഫ്രണ്ട് എന്ന് വെച്ചാ ലവ്ലി എപ്പോഴും പോവുകയും കാണുകയൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ്? അങ്ങനെ ആരുമില്ല. ഇവര് നൈറ്റിയെ പോട്ട് വന്നിടുறாங்க. നഴ്സിംഗിന് പഠിക്കാൻ പോയി. പിന്നെ കൊച്ചുമോളായിട്ടായിരുന്നു അവർക്ക് കൂടുതൽ അടുപ്പം. പിന്നെ ചേച്ചിക്ക് ആശ്രമത്തിലെ തോമസ് അച്ഛന് വലിയ കാര്യമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവാറും ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ പോകുന്ന വല്ലതും ചേച്ചി പറഞ്ഞായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ അച്ഛനങ്ങോട്ട് പ്രാർത്ഥിപ്പിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആരാ ഈ ആശ്രമത്തിലെ തോമസ് അച്ഛൻ? അത് സാറേ ഇവിടെ അടുത്ത് ഈ സന്യാസി അച്ഛന്മാരൊക്കെ താമസിക്കുന്ന ഒരു ആശ്രമം. ആശ്രമം എന്ന് പറയുമ്പോ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണോ? അല്ല സാറേ, മുമ്പ് തോമസ് അച്ഛനെ കൂടാതെ വേറെ 2 അച്ഛന്മാർ കൂടെ ഉണ്ടായിരുന്നു. തോമസ് അച്ഛൻ മാത്രമാണ് അവിടെ. തൊട്ടടുത്തെന്ന് പറയുമ്പം ഒരു 300 മീറ്ററോളം ഉണ്ടാവും സാറേ, വന്ന വഴി തന്നെ. ശരി സാർ, എടുത്തു ചാടി ആശ്രമത്തിലോട്ടൊന്നും പോകാൻ നിൽക്കണ്ട. അത് മതി പത്രക്കാർക്ക് ഓരോന്ന് എഴുതാൻ. അങ്ങനെ വന്നാൽ സഭയ്ക്ക് അത് വലിയ നാണക്കേടാ. അങ്ങനെ സഭയുടേതാണോ നാണക്കേടൊക്കെ നോക്കി നമുക്ക് കേസ് സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ചിന്തിച്ച് ചെയ്തില്ലേ ഒടുക്കം പണി നമുക്ക് തന്നെ കിട്ടുമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. സാറിന് അറിയാൻ മേലാത്ത വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. വർഷങ്ങളായിട്ട് കക്ഷി വഴക്കും പള്ളി തർക്കവും വല്ലാതെ നടക്കുന്ന ഒരു പ്രദേശം കൂടായത്. മാത്രമല്ല നമ്മുടെ ഈ മാത്തച്ഛന്റെ എതിർ കക്ഷിപ്പെട്ട ആളാ തോമസ് അച്ഛൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അതൊക്കെ എന്തേലും നമുക്കിപ്പോ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകും മാത്രമാണ് നമ്മുടെ പ്രയോറിറ്റി. അതിന് ലവ്ലി ഇന്നലെ ആശ്രമത്തിൽ ചെന്നോന്ന് അറിഞ്ഞേ പറ്റൂ. ഒരിക്കലും വേണേ എന്റെ ഒപ്പം വരാം. അതല്ല മറ്റു താല്പര്യങ്ങളുണ്ട്, വരാതെ വരിക. എന്റെ പൊന്ന് സാറേ, എനിക്ക് ഒരു എന്നാ കേറ്. അനുഭവപരിജ്ഞാനത്തിന്റെ പുറത്തൊന്ന് പറഞ്ഞേ ഉള്ളൂ. നീ പറയുന്നത് ഞാൻ കേട്ടതില്ല. ആ എസ് ഐ നമ്മുടെ തോമസ് അച്ഛനെ പറ്റി സംസാരിക്കുന്നേ. എങ്കിൽ മാത്തച്ഛനെ അവസരം നമുക്കെതിരെ ഉപയോഗിക്കും. മാത്തച്ഛൻ അങ്ങനെ ചെയ്യും. அப்படியேதான் இருக்காங்க. கோயில் பதிலா சர்ச்சில் மாத்தி வச்சு மக்கள் அப்படிதான் இருக்காங்க. அக்ரெசிவா எல்லாம். ഇതിന്റെ പേരിലങ്ങനെ പോലീസ് ആശ്രമത്തേക്ക് അറിയാം. കണ്ടോടാ, ഞാൻ പറഞ്ഞ ഇപ്പൊ വിശ്വാസമായില്ലേ? എങ്ങോട്ടാ അറിഞ്ഞിട്ട് തന്നെ വേണം. ഞങ്ങൾക്കൊന്നും വേണ്ട. പക്ഷെ ആശ്രമത്തിലോട്ടാണ് കയറി പോകാൻ പറ്റില്ലാട്ടോ. പോലീസുകാർക്ക് അങ്ങനെ വെറുതെ ഇതൊക്കെ പറയാൻ നീയൊക്കെ ആരാടാ? ഞങ്ങൾ ഈ സഭയിലെ കുറച്ച് വിശ്വാസികളാ സാറേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറയാനുള്ള അവകാശമുണ്ട്. അതെ, നിങ്ങൾ വെറുതെ അലമ്പുണ്ടാക്കാൻ. ഞങ്ങൾ അകത്ത് പോയി തോമസിനെ കണ്ട് 1-2 കാര്യങ്ങൾ ചോദിച്ചിട്ട് ഉടനെ ഇങ്ങ് പോരും. അത് നടക്കൂല സാറേ. പോലീസിനെ കൊണ്ടൊന്നും നടക്കുകയെല്ലാം തീരുമാനിക്കുന്നത് നീയാണോടാ നാറി? അടി കാണാതായ പെൺകുട്ടി ഇന്നലെ ആശ്രമത്തിൽ വന്നേക്കാൻ സാധ്യതകളായി തോന്നി. അതുകൊണ്ട് ഉടനെ ബെൽറ്റ് മുറുക്കി. ഇത് താൻ ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അല്ല, ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ട് താൻ എന്നെ അറിയിക്കാൻ വൈകിയത് എന്താണ്? ഓ, എല്ലാം കൂടെ ഒറ്റയ്ക്കങ്ങ് കണ്ടുപിടിച്ച് ഒലത്താമെന്ന് വിചാരിച്ചായിരിക്കും അല്ലേ? ബാക്കിയുള്ള മന്ദിലായിരുന്നു ഇപ്പൊ കാണായിരുന്നു. നാട്ടുകാരടുത്ത് വിട്ടത്തേനെ. ഞാൻ പറഞ്ഞ സാറേ, എടുത്തിയാടി ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന് കേട്ടില്ല. എന്താണോ സർ, സെർച്ചിങ്ങിനിടെ ഇവിടെ അടുത്ത് കൈതേൽ ചാണ്ടി എന്ന് പറയുന്ന ആളുടെ ആളൊഴിഞ്ഞ പുരയിടത്തിന്റെ പൊട്ടക്കിണറ്റിൽ നിന്ന് ചാക്കി കിട്ടിയ നിലയിൽ ഒരു ബോഡി കണ്ടു കിട്ടിയിട്ടുണ്ട്. இது தொப்பி எடுத்து வச்சு இது மாதிரி சத்தியம் பண்ணி சொல்லுங்க. அவன் என்ன இது பண்றான்? என்னடா இப்படி கட்டி ஏத்துறது? சாக்குல பாடி இருக்குன்னாங்களேடா. அதுல அது ஓகே. ஸ்லிப் ஆயிடாது. கட்டுந்து ஒரு கேடகடமா கட்டன மாதிரி. கைய கால கட்டி போட்டுறீங்க. சானா வேலை செய்யற. இதெல்லாம் மிஸ் பண்ணுவோமோன்னு தோணுது. எது? அரசனே. இல்ல, அரசன். அந்த பொண்ணா? அதான்டா. പെൺകൊച്ചിനെ കൊന്നിട്ട് സാർ, ആ മീൻകാരൻ ബേബിയുടെ മൊഴി കിട്ടിയിട്ടുണ്ട്. ഈ പിള്ളേർ പറഞ്ഞ തന്നെ അയാളും പറയുന്നത്. ലവ്ലി ഇവന്മാരെ വാടക വീടും കടന്നു പോകുന്ന അയാൾ കണ്ടതാന്ന്. ഓ, അതേ കാര്യമല്ല.
മീൻകാരൻ പോയതിനു ശേഷം അവന്മാർക്ക് വേണമെങ്കിൽ അവളെ പുറകെ ചെന്ന് ബലമായിട്ട് പിടിച്ചോണ്ട് വരാമല്ലോ. ആ പിന്നെ നാളെ മുതൽ ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുന്നത് ഞാനായിരിക്കില്ല. കേസിന്റെ സെൻസേഷൻ സ്വഭാവം കണക്കിലെടുത്ത് DOSP അലക്സാറായിരിക്കും. അതുകൊണ്ട് ഇമാതിരി മണ്ടത്തരവും ഓവർ സ്മാർട്ട്നെസ് ഒന്നും അങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട. எல்லா படம் ஸ்டார்ட் ஆகும்போது மெயின் லீட் வந்து என்ன ட்ரான்ஸ்ஃபர் பண்ணிடுறேன். இந்த டிபார்ட்மெண்ட்ல வந்து மாறினே இருக்கும். மாறினே இருக்கிறது கிடையாது. திஸ் இஸ் நார்மல். சேர்ந்தவங்களே தான் அவங்கள இது பண்ணிட்டுருக்காங்க. இப்போ மேலே டவுட்டாக இருக்குது. அந்த கான்ஸ்டேபிள் மேலே ஒரு டவுட்டாக இருக்குது. சரி லேட்டஸ்ட் சிச்சார் வேறு அவர் ஆனர் கில்லிங் தான் ஏதோ பண்ணிக்கிறானுங்க போல. என்ன டைம்லைன் சொன்னாங்க அது? இல்லை எஸ்டாப்ளிஷ் பண்ணிடலாமே. பஸ் வந்த டைமு அங்கேருந்து வாக்கபிள் டிஸ்டன்ஸ் 1 கிலோமீட்டர் வாக்கபிள் டிஸ்டன்ஸில். என்ன டைம்லைன் கேட்டேன்? இயரா? ஓ இன்சிடென்ட்டோட டைம்லைன் சொல். அதுக்குள்ள இன்வெஸ்டிகேஷன் மூணு போயிட்டு ഇതാലാ ഇത് ഒരു വെറുപ്പാറോണി എല്ലാத்தையும் ഒന്നാ സെറ്റ് പൊടിച്ചിരുന്നു. എന്ത് തോന്നി തൻ്റെ ഇൻട്രോഗേഷനിൽ? ആ പയ്യന്മാർ തന്നെയാണോ? 50-50 ചാൻസ് ഉണ്ട് സാർ. നിങ്ങളൊന്ന് പുറത്തേക്ക് அவங்க எல்லாருமே அந்த இந்த படத்தில் வந்தாங்க. 2 அப்பாங்க அந்த வாழை. ആയിടോ செம்ம படம்டா. അതിലൊരു പയ്യൻ്റെ അമ്മാവൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കോൺട്രാക്ടർ സുദേവൻ. മറ്റേ പയ്യനും കാശുള്ളിടത്തെയാ. ഒറ്റമോൻ. പിന്നെ ഉമ്മാരെ പിടിച്ചു കൊടുത്ത ക്രെഡിറ്റും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. താൻ ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നു? ഇതിന്റെ പേരില് വരട്ടെ നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഗവൺമെന്റ് ഈ കേസിന്റെ അന്വേഷണം നമ്മൾ 2 നസ്രാണികളെ തന്നെ ഏൽപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായോ? ഇല്ല. ഇന്നലെ ആ നാറി SI ആശ്രമത്തിന് മുമ്പിൽ കിടന്ന് കാണിച്ച ഷോ കൊള്ളേണ്ടടുത്തൊക്കെ ശരിക്കും കൊണ്ടിട്ടുണ്ട്. വൈകിട്ട് ശവോടെ കഴിഞ്ഞാൽ കളി മാറും. മരിച്ച പെൺകുട്ടിയുടെ സഭക്കാര്, അതായത് കുർലോസ് പക്ഷം റോഡിലേക്ക് ഇറങ്ങും. എതിർ ഗ്രൂപ്പായ പക്കോമീസ് പക്ഷത്തിനെതിരായിട്ട്. ഇതിന്റെ പേരിൽ ആശ്രമത്തിലെങ്ങാനും പോലീസ് കയറും. തിരിച്ച് പക്കോമീസ് പക്ഷം ഇറങ്ങും തെരുവിലോട്ട്. അത്രയും മതി. മധ്യ തിരുവിതാംകൂർ നിന്ന് കത്ത്. കോട്ടയം ബെൽറ്റ് താങ്ങി നിർത്തിയിരിക്കുന്ന ഈ മന്ത്രിസഭ തന്നെ താഴെ വീഴാൻ. അതുകൊണ്ട് എത്രയും വേഗം മരിച്ചുപോയ പെൺകുട്ടിയുടെ കല്ലറ ചാന്ത് തേക്കുന്നതിന് മുമ്പ് ഇതിലൊന്നും പെടാത്ത ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് പ്രതിയായിക്കോണം. ഇല്ല സംഗതി ഒഴി. ആ പെൺകുട്ടി അവസാനമായി ഉപയോഗിച്ച ഏതെങ്കിലും ഡ്രസ്സ് അവളുടെ വീട്ടിൽ നിന്ന് എടുപ്പിക്കണമെന്നുണ്ട് തന്നെ എടുത്തായിരുന്നു. ആ എന്താണോ സാർ, ഈ കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സാർ അതൊന്ന് കേൾക്കണം. പിന്നെന്താ കേൾക്കാലോ, പറഞ്ഞാട്ടെ. സാർ അവരെ നോക്കണ്ട, താൻ പറയടോ പ്ലീസ്. സാർ സാർ ഇത് ലൗലിയുടെ ഡെഡ് ബോഡി കിടന്നിരുന്ന പ്രദേശത്തിന്റെ മാപ്പാണ്. ഇതാണ് ബോഡി കണ്ടെടുത്ത കിണർ. ഇവിടുന്ന് 500 മീറ്റർ ദൂരമുണ്ട് ഇവര് താമസിക്കുന്ന വാടക വീട്ടിലേക്ക്. രാത്രിയായാലും പകലായാലും ഇത്രയും ദൂരം ആരുടെയും കണ്ണിപ്പെടാതെ ബോഡിയും ചുമന്നുകൊണ്ട് പോവാന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല സാർ. അത് മാത്രമല്ല, ഈ ഭാഗത്ത് കാണുന്നതും ഒരാളൊഴിഞ്ഞ പുരയിടമാണ്. ഇതിനകത്തുകൊണ്ട് ഉപയോഗശൂന്യമായൊരു കിണർ. ഈ പുരയിടവും ഇവരുടെ വാടക വീടും തമ്മിൽ കഷ്ടിച്ച് 200 മീറ്റർ ദൂരമുള്ളൂ. സ്വാഭാവികമായിട്ടും ഇവർക്ക് ബോഡി അവിടെ ഉപേക്ഷിക്കായിരുന്നു. അതുപോലെ തന്നെ ബോഡി കണ്ടെടുത്ത ഈ പുരയിടത്തോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പറമ്പെന്ന് പറയുന്നത് സഭയുടെ കീഴിലുള്ള ബദനി ആശ്രമത്തിന്റെയാണ്. കൊല്ലപ്പെട്ട ലൗലി ബദനി ആശ്രമത്തിൽ ഇടയ്ക്കിടെ പോകാറുണ്ടെന്ന് ലൗലിയുടെ സഹോദരിമാരിൽ ഒരാൾ മൊഴി തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ആശ്രമത്തിലെ തോമസ് അച്ഛനെ ചോദ്യം ചെയ്താൽ അത് ഇൻവെസ്റ്റിഗേഷന് വളരെ സഹായിക്കുന്ന സാർ എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? എന്നാ ആ തോന്നലൊക്കെ താൻ തന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. തന്റെ അപ്പനും പോലീസുകാരനായിരുന്നില്ലേ? എന്നിട്ട് അപ്പനും മോനും കൂടി ഇരുന്ന് അങ്ങ് അന്വേഷിക്കണം. ഇവിടെ ഇപ്പൊ ഈ കേസ് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിന്റെ ഇടയ്ക്കറി ഉണ്ടാക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഇനി അങ്ങനെ ഉണ്ടായ ഈ യൂണിഫോമിന്റെ അകത്ത് കിടന്ന് നീ അനുഭവിക്കും. നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. அது வேலை பார்க்க விடுறது மேட்ரு கிடையாது. அங்கே ஒரு ஹிஸ்ட்ரி இருக்குல்ல, 2 கம்யூனிட்டிக்கு நடுவில் ஒரு ஃபைட் இருக்கு. இப்போ என்ன மேட்ரு பத்திட்டு எரியுன்றாங்க, பத்திட்டு எரியுன்றாங்க. ஏன்னா இப்போ அவங்க 2 பேரும் வந்து கிறிஸ்டியன்ஸ் நினைக்கிறேன். அந்த மேலதிகாரி 2 பேரும் ஆனந்த், இவர் ஆனந்த்ரா மேல இருந்த 2 பேர் இருக்காங்களா, இப்போ வந்து திக்னர் பத்தி அவரும் சிஏயும் அவங்க போயிட்டு கேட்கறது வர இவரு போயிட்டு கேட்க. ஏன்னா ஆல்ரெடி அங்கே ஒரு ஹிஸ்ட்ரி ரன் ஆகின இருக்கு. ஸோ அதனால தான் ரைட்ஸுக்கு அந்த செரிமோனிஸ்லாம் முடிக்கிறதுக்குள்ளே வந்து கேஸை க்ளோஸ் பண்ண. ஏன் சொல்கிறாங்கன்னா அவங்க முடிச்சுட்டு அவங்க ஸ்ட்ரெயிட்டாக வந்து பப்ளிக்கில் வந்து உட்காந்துருவாங்க. இவங்களால தான் வந்து ஆச்சு அப்படின்னு சொல்லிட்டு இருக்கிறேன். ஏன்னா அதுக்கு முன்னாடி ஒரு எஸ்டாப்ளிஷ் பண்ணிட்டாரு. ஃபாதரை போயிட்டு அவங்க பார்க்குறாங்கன்ற ஒரு எஸ்டாப்ளிஷ்மெண்ட் வந்துச்சு. புரியுதா? ஸோ இப்படி பண்ணோன்னா ஸ்பெகுலேஷன் ஆகும்ல. இப்போ யாரை கோத்து விட போகிறேன்னு தெரியல. அதான் எனக்கு தெரியல. எனக்கு தெரிஞ்சு டொமினோவை தான் கோத்து விட்டுருவாங்க. டொமினோவை கோத்து விட்டு வேலையை விட்டு தூக்கிடுவாங்க போல. அந்த வந்து அப்புறம் வேலை ஜாயின் பண்ணாரு பத்தியா, தானே நீ முதிச்ச படம். அதுதான் அவரோட ஸ்பெகுலேஷன் எல்லாம் ஃபால்ஸ் ஆகுதா? அவன் கண்டுபிடிச்சதில்ல, ஒன்றும் பண்ண முடியாதுல்ல அவங்களால. ரைட்டு. ஒரு
டாக் எப்படி பண்ணுன்னா சென்ட்டு டிராவலிங்ல இருக்குமோ அது நடந்து போயினே இருக்கும். ஒரு மார்க் பண்ணிட்டு ஃபுல்லா கொஞ்ச நேரம் இருந்தா சென்ட் இது அதிகமா இருக்கும்ல, அந்த இடத்துல நின்று பார்த்துட்டு திருப்பி சென்ட்டை கவர் பண்ணுறது போல அந்த மாதிரி காட்டிருக்காங்க. தெரிஞ்சு அப்போ டொவினோ ஹிண்ட் பண்ணது எல்லாமே கரெக்டாக வருது. നീ சொன்ன மாதிரி വാർഡ് മെമ്പർ ആരുടെ വീടാ? ആ ചെത്തുകാരൻ സാധവന്റെ വീട് സാർ. ഏത് കേടി ലിസ്റ്റ് ഉണ്ടായിരുന്നു സാധവന്റെയോ? പക്ഷെ ഇപ്പൊ അവൻ കുഴപ്പത്തിനൊന്നും പോകാറില്ല. പെണ്ണ് കെട്ടിയോട് ഒതുങ്ങി. അത് താനാണോ വെച്ചേക്കുന്നത്? അങ്ങോട്ട് മാറിയില്ല. டொவினோ இந்த வீடியோ சொல்லியிருந்தார்ல, சொல்லல அந்த கிழக்கு பேக் சைட்ல இருந்து காட்டுற மாதிரி அபாண்டன் காம்பவுண்ட் எல்லாம் ஏதோ ஒன்று சொல்லியிருக்காரு. அந்த குளத்துக்கு பக்கத்துல அந்த மோனஸ்டரி தான் இருந்துச்சு அப்படின்றது. K9 அது K9 ஜெர்மன் ஷெப்பர்ட் அது. K9 அப்படி இருக்கும். K9 வந்து ப்ரீடோட நேம்டா அது. டக்குன்னு கமெண்ட்ஸ்ல வருவீங்க, இஃப் யூ லைக் திஸ் மூவி வாட்ச் 4 and 6 அப்படின்ட்டு தெரியும் உங்களுக்கு. ആൾറെഡി ഇൻ പടം സ്റ്റാർട്ടിംഗ് ഉള്ളിൽ പോയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല സാർ. സാർ ഇത് കണ്ടോ, ഭാരമുള്ള എന്തോ ഇതിനുള്ളിൽ നിന്ന് വലിച്ച് ആ പറമ്പിലേക്ക് കൊണ്ടുപോയ പോലെ ഇല്ലേ? ഒരുപക്ഷെ ബോഡി കുളത്തിലേക്ക് തള്ളുന്നത് വരെ ഇതിനുള്ളിലായിരിക്കണം ഒളിപ്പിച്ചിട്ടുണ്ടാവുക. സാറേ എനിക്ക് തോന്നുന്നു ഒരു ഫോറൻസിക് എക്സാമിനേഷൻ നടത്തിയാൽ ഇവിടുന്ന് ചില സയന്റിഫിക് എവിഡൻസ് കിട്ടുന്നു. തനിക്ക് സ്റ്റേഷൻ ഡ്യൂട്ടി അല്ലേ? എന്തായാലും താൻ ആ ഹോട്ടലിൽ പോയി 2 ചിക്കൻ ബിരിയാണി മേടിച്ചോണ്ടോ. താൻ ചിക്കൻ കഴിക്കുമല്ലോ അല്ലേ? ഓ പിന്നെ കഴിക്കും സാർ. മേടിച്ചോണ്ട് നേരെ സ്റ്റേഷനിലോട്ട് വന്നാൽ മതി, ഞങ്ങൾ അവിടെ കാണും. കേട്ടോ? தந்தையை போய் வேணும் சொல்றாரு. எவிடன்ஸ் ரெடி பண்றாங்களா? മേടിച്ചോടോ ബിരിയാണി? വാങ്ങിച്ചു സാർ. ബേദി മാത്രം തന്നിച്ചു. എന്നാടോ ഇക്കഴിഞ്ഞ 10-ാം തീയതി, അതായത് ലൗലി മാത്തൻ കൊല്ലപ്പെട്ട ദിവസം കോട്ടയത്ത് അരമന വെച്ച് നടന്ന കൗൺസിൽ യോഗത്തിന്റെ രജിസ്റ്റർ അതിലുണ്ട്. കാലത്ത് 11 മുതൽ രാത്രി 10 വരെ ആ ആശ്രമത്തിലെ ഏക അന്തേവാസിയായ തോമസ് അച്ഛൻ ആ യോഗത്തിൽ പങ്കെടുത്തതിനുള്ള തെളിവുകളാണ്. അതൊന്ന് എടുത്തു വെച്ച് നോക്ക്. ഇതോടെ തീർന്നേക്കണം ആ ആശ്രമത്തിൽ കയറി ഇറങ്ങാനുള്ള തന്റെ കുത്തിക്കഴപ്പ്. കേട്ടല്ലോ? എത്രയും വേഗം എൻ്റെ മുമ്പിൽ ഹാജരാക്കണം, എത്രയും വേഗം. ദൈലുങ്കി ആ മാത്തച്ഛന്റെ വീടിന്റെ ഭാഗത്ത് ആരെങ്കിലും ഉപയോഗിക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താടോ അത് സാറേ, തനിക്കറിയാവോ? ഇതുപോലെ തന്നെയാണെന്ന് അറിയില്ല, പക്ഷേ ഏതാണ്ട് ഇതേ നേരത്തിലൊരെണ്ണം ഞാനവിടെ ഒരു വീട്ടിൽ കണ്ടായിരുന്നു. എവിടെ? നല്ല അസല് വാള ഇരിപ്പുണ്ട്, 1 കിലോ എടുക്കട്ടെ? ഇന്ന് വേണ്ടല്ലോ ബേബി, പെണ്ണുമ്പിള്ള ഇവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയിക്കോ, വൈകിട്ടേ വരത്തുള്ളൂ. ഓ ஆல்ரெடி கேஸ் வருது. ആ പോയ പോക്കിലാണ് ഞാൻ ആ പെൺകൊച്ചിനെ ഈ അകത്തെടുക്കുന്ന പിള്ളേരുടെ വീടിന്റെ മുന്നേ വെച്ച് കാണുന്നു. എന്താ സാറേ? നിനക്ക് ഇതുപോലത്തെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നല്ലോ, അതിങ്ങടുത്തെ കാണട്ടെ. ഇങ്ങോട്ട് കൊണ്ടുപോകാ സാധേവാ, കാണട്ടെ, ഒരാവശ്യമുണ്ടോ? സാറേ അതിപ്പോ കാണുന്നില്ല. 2 ദിവസം മുമ്പ് ഞാൻ അഴയിൽ നനച്ചിട്ടാ, പിറ്റേന്ന് നോക്കുമ്പോ അത് അവിടെ ഇല്ല. അങ്ങനെയാണോ? എങ്കിൽ നീ ഞങ്ങളോട് വാ, കാണാതായാലും നമുക്ക് ഒരുമിച്ച് തപ്പാം. സാറേ വെറുതെ ഞാനിപ്പോ മര്യാദക്കാരായിട്ട് ജീവിക്കാം, ഇവിടുത്തെ ആവശ്യത്തെ കെട്ടി പിടിച്ചോണ്ട് വരുന്നത്. ചടങ്ങുകളൊക്കെ ഭംഗിയായി തന്നെ കഴിഞ്ഞു. ആ സാറുണ്ടായിരുന്നല്ലോ അല്ലേ? സഹദേവനെ അറസ്റ്റ് ചെയ്തു അല്ലേ സാറേ? എന്നിട്ട് അവനെല്ലാം ഏറ്റോ? ക്വസ്റ്റനിങ് നടക്കുന്നതേ ഉള്ളൂ മാതൻ ചേട്ടാ. ചെറുപ്പം മുതൽ എനിക്കറിയാവുന്നതാ സഹദേവന്. എന്നോടും എൻ്റെ കൊച്ചിനോടും അങ്ങനൊന്നും ചെയ്യാൻ അവന് പറ്റുകയല്ല സാറേ. അല്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും മാതൻ ചേട്ടാ, മനുഷ്യന്മാരുടെ മനസ്സല്ലേ. ഓടി പോയിരുന്നല്ല മണിന്നാണ്. ഇപ്പം ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്കും അത് തന്നെ തോന്നുന്നേ. സാറേ, ഇത് സിറാജ്, ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറാ, കോട്ടയത്ത്. ഈ അത്യാഹിതം നടന്നു ഞാൻ ലൗലിയെ കണ്ടായിരുന്നു സാറേ. ആ ലൗലി, ക്ലാസ് നേരത്തെ കഴിഞ്ഞായിരുന്നോ? ഇല്ലിക്ക, ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ പോയതാ. അടുത്ത ആഴ്ച പരീക്ഷ. ഇക്ക ഡ്യൂട്ടിക്ക് പോവാന്നോ? ആ പോട്ടെ, ഇപ്പൊ തന്നെ ആവശ്യമായി.
സേഫ് ഗാർഡുക്ക് தான் അപ്പോൾ സമയം എത്രയായി കാണും? ഇപ്പോൾ ആൾറെഡി കൈயை പിടിച്ചെടുത്തിട്ടാണല്ലേ. 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കന്ന് 2:30 വയനാട് സൂപ്പർഫാസ്റ്റിലായിരുന്നു ഡ്യൂട്ടി. പേരിനൊരാളായ പോരാ സാറേ, എൻ്റെ കൊച്ചിനോട് ഇത് ചെയ്തവൻ തന്നെ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ അവളുടെ ആത്മാവ് അത് സഹിക്കില്ല സാറേ. അങ്ങേരെ പറഞ്ഞിട്ട് പോയ പോലെ ഈ കേസിലെ യഥാർത്ഥ പ്രതി തന്നെ ശിക്ഷിക്കപ്പെടണം. ഞാൻ തുടങ്ങി വെച്ച അന്വേഷണം അത്. അതുകൊണ്ട് സേന ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെർ വാസ് ഹി ഓർ ഷീ കിൽഡ് എന്നുള്ളത്. ഇവിടെ തന്റെ സുപ്പീരിയേഴ്സ് പറയുന്നു പെൺകുട്ടി കൊല്ലപ്പെട്ടത് ആ ചെത്തുകാരന്റെ വീട്ടിലെ മുറിയിലാണ്. എന്നാൽ താൻ പറയുന്നു അങ്ങനല്ല, ആ വാദം ഫാബ്രിക്കേറ്റഡ് ആണ്. അതിലാദ്യം ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, അല്ലാതെ അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഹലോ, പ്രഫുല്ലേന്ദ്രനാടു. ഹലോ സർ, എന്തൊക്കെയുണ്ട് സർ? എന്താ പതിവില്ലാതെ? എടോ, ഞാൻ വിളിച്ചതേ താൻ ഈ അടുത്ത ലവ്ലി മാത്തൻ മർഡർ കേസിലെ ക്രൈം സീൻ എക്സാമിൻ ചെയ്തില്ലായിരുന്നു? ആ. തനിക്ക് ഉറപ്പുണ്ടോ അത് തന്നെ റിയൽ ക്രൈം സീൻ? എന്റെ സാറേ, സത്യം പറഞ്ഞാ ഇല്ല. പ്രതിയുടെ മുറിയുണ്ടെന്ന് പറഞ്ഞ് പോലീസുകാർ എനിക്കൊരു മുറി കാണിച്ചു തന്നു. ഞാൻ അവിടെ അരിച്ചുവറുക്കി പരിശോധിച്ചു. ആകെ കിട്ടിയത് 4 മുത്തും കുറച്ച് വളപ്പൊട്ടുവാ. പക്ഷേ ഓട്ടോപ്സി റിപ്പോർട്ടിൽ അസ്ഫിക്സിയൽ ഡെത്ത് എന്ന് തറപ്പിച്ച് പറയുമ്പോഴും പെൺകുട്ടിയുടെ ശരീരത്തിൽ നഖം കൊണ്ട് പോറിയതും പിടിവലിക്കിടെ സംഭവിച്ചതുമായ 5ഓളം ചെറിയ മുറിവുകളുടെ ഫൈൻഡിങ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ക്രൈം സീനിൽ ഉറപ്പായും സ്കിൻ ടിഷ്യൂസ് കിട്ടണമല്ലോ. എക്സാക്ട്ലി സർ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. എനിവേ താങ്ക്സ് എടോ, തൻ്റെ പണി നടക്കട്ടെ. ബൈ. എടോ, തൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇനി ഒരടി മുന്നോട്ട് പോണേ. ആ ആശ്രമം തനിക്ക് ഒരിക്കലും അപ്രോച്ചബിൾ ആവും. അതിന് വല്ല വഴിയുണ്ട്, താൻ എന്നെ കാണാൻ. ബാക്കി നമുക്ക് നോക്കാം. ശരി. கல்லனா மேட்ச் பண்ணி அடிக்கிறதா? ஓ, இவர் அனுப்புறாங்க. டோர் அடிக்கிறான் நெஞ்சு. லாஸ்ட் இது അവിടെ നിൽക്ക്. போலீஸ் கேஸ் என்ட்ரி டு மானஸ்ட்ரி முடிஞ்சு. சம்மல சரியா இருந்துறப்பா. எனக்கு தெரிஞ்சு டொமினோ தான் செட் பண்ணி വെച്ചു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഞാൻ ആനന്ദ്, ഇവിടുത്തെ സ്റ്റേഷനിലെ കംപ്ലൈന്റ് കൊടുക്കിയോ? ഫാദർ, ഇന്നലെ ഇവിടെ മോഷണം വല്ലതും നടന്നായിരുന്നോ? അത് ദാ ഇവനായിരുന്നു. ഇന്നലെ നൈറ്റ് പെട്രോളിങ്ങിനിടെ കവല വെച്ച് ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെട്ടതാ. ചോദിക്കേണ്ട പോലെ ചോദിച്ചപ്പോ டாக்டர் கூட்டிட்டாரு. அவரோட அந்த கூடவே இருக்கனாரு. ഇതൊക്കെ ഇവിടുത്തെ തന്നെയാണല്ലോ അല്ലേ? പക്ഷേ എനിക്ക് പരാതിയൊന്നുമില്ല, സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ. അയ്യോ, അത് പറ്റില്ലല്ലോ ഫാദർ. ഇവൻ കുറ്റമേറ്റ സ്ഥിതിക്ക് ഞങ്ങൾക്ക് കേസുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. ഇപ്പൊ അത്യാവശ്യമായിട്ട് ഇവനെയും കൊണ്ട് ഇവിടെ തെളിവെടുപ്പ് നടത്തണം. അതിനിറങ്ങിയതാ ഞങ്ങള്. டொவினோ நான் இன்வெஸ்டிகேஷன் மூலம் தான் யூஸ் பண்ணுறேன், கிரிமினல் மூலம் இப்போ யூஸ் பண்ணுறேன்ட்டு ടെക്നിക്കലാ ഉള്ളതാണ്. എന്നാ സാറേ ആശ്രമത്തിൽ പോലീസും പട്ടാളൊക്കെ ആ എസ് ഐക്ക് സൂക്കേട് വീണ്ടും തുടങ്ങിയോ? ഇതൊന്നും അല്ല ഏട്ടാ, ഞങ്ങൾ അറിഞ്ഞില്ല ഇന്നലെ ആശ്രമത്തിൽ കള്ളം കയറി. അത് അതിന്റെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. அவ்வளோதான். இதுக்கு தேவையான எவ்வளோ சாம்பிள்ஸ் எடுத்து எடுத்துவேன். ஓ, மாட்டினாடா. ഫാദർ உங்களுக்கு இவ்வளோ பேர் முடியும்? ഏകദേശമൊക്കെ ആയിട്ടുണ്ട്, നിർത്തിയേക്കാം. ഓക്കെ സാർ. താങ്ക് യു ഫാദർ, സഹകരിച്ചതിന് നന്ദി. വാ. സാർ, ഞാൻ ഈ ഫയൽ സാറിന് തരാമെന്നാ. എന്താ ഇത്? IPS ലവ്ലി മാത്തൻ മർഡർ കേസിൽ എൻ്റെ ചില ഫൈൻഡിങ്സ് ആണ് സാർ. പ്രോട്ടോക്കോളിന് എഗെയിൻസ്റ്റാണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന് അറിയാം. ഈ ഫയൽ വായിച്ച് തീർന്ന ശേഷം സാറിന് എന്ത് പണിഷ്മെൻറ്റ് വേണമെങ്കിലും എനിക്ക് തരാം. സത്യമല്ലാന്ന് ഉറപ്പുള്ളൊരു കാര്യത്തിന് നേരെ കണ്ണടയ്ക്കാൻ വയ്യാത്തോണ്ടാണ്. ஆனால் இப்போ இவங்களும் பண்ணலாம், கோர்ட்டில் எதுவுமே போலீஸ் கொடுக்கலாமா அந்த மாதிரி? இந்த கேஸை மட்டும் ஓப்பன் பண்ணுங்க அப்படின்னு போலீஸ் கொடுத்தா எடுத்துக்க மாட்டாங்க. No, without even a shred of doubt, I can tell you now, the place where Lovely was killed is that monastery. ആടോ,
കിച്ചൺ മോളിൽ നിന്ന് കണ്ടെടുത്ത സ്കിൻ ടിഷ്യൂസ്, ചില ഹെയർ സാമ്പിൾസ്, ഫിംഗർ പ്രിന്റ്സ്, ഇതൊക്കെ ലൗലിയുമായി മാച്ച് ചെയ്യുന്നതാണ്. ഇതിൽ സ്കിൻ ടിഷ്യൂസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരുപക്ഷെ മരണം നടന്ന സമയത്ത് പിടിവലിയിൽ സംഭവിച്ചതാവാം അത്. ഇതിലിപ്പം മറ്റൊരു സീരിയസ് ഡെവലപ്മെന്റ് കൂടെ ഉണ്ടായിട്ടുണ്ട്. எங்கே இந்த பருப்பு 2 பேர் இருப்பாங்க, ஒருத்தர் போயிட்டு இருப்பாங்க. ஆனால் இவர் தான் மன்னாருங்கிறதுக்கு ഇവരോട് ഇതെല്ലാം തേവല്ല. ഫാദർ ഒന്ന് ഞങ്ങളുടെ ഒപ്പം വരണം, ചിലത് ചോദിച്ചറിയാനുണ്ട്. വേറെ പ്രതിയെല്ലാം സമ്മതിച്ചോ? ஹைட் எல்லாம் எக்ஸாம்ல தான் வந்திருப்பாங்க. இல்லடா நிறைய இது வந்து இதுல பிரெய்னி சார். அப்போ ஹைட்ல பார்க்க மாட்டாங்களா அந்த டைம்ல? ரெக்வயர் ஹைட் அவ்வளோதான் இருந்திருக்கும் போல. ஸ்காலர்ஷிப் அந்த இதுல அவ்வளோ வயசான அப்போ இருக்கும் 70 60. அதான் அந்த டைம்ல சொல்றேன் ரெக்வயர்ட் ஹைட். தங்கச்சி தானே സർ, ഇതാണ് ലവ്ലിയുടെ മൂത്ത സഹോദരി ബ്ലെസ്സി. നമ്മൾ ഇന്നലെ ബാംഗ്ലൂരിലെ രാമയ്യ മെഡിക്കൽ കോളേജിൽ നിന്ന് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ബ്ലെസ്സിയെ കസ്റ്റഡിയിലെടുത്തു. ഓ, ഹൗ ഡിഡ് യു ഗൈസ് ഗെറ്റ് ടു ഹർ? ക്യാൻ യു എക്സ്പ്ലെയിൻ? ഷുവർ സർ. ആനന്ദ്? യെസ് സാർ, ഇത് ഫോറൻസിക് എക്സാമിനേഷനിൽ ആശ്രമത്തിൽ നിന്നും ബോഡി കിണറ്റിലേക്ക് തള്ളുന്നത് വരെ സൂക്ഷിച്ചു എന്ന് കരുതപ്പെടുന്ന പൊന്തക്കാട്ടിൽ നിന്നും കോമൺ ആയി ലഭിച്ച ഹെയർ സാമ്പിൾസ് ആണ്. ഇതിലൊന്ന് ഒരു പുരുഷന്റെയാണ്, മറ്റേത് സ്ത്രീയുടെ. സ്ത്രീയുടെ എന്ന് പറയുമ്പം അത് കൊല്ലപ്പെട്ട ലൗലിയുടെ അല്ല. ലൗലിയുടെ ഹെയർ സാമ്പിൾസ് നമുക്ക് ആശ്രമത്തിനുള്ളിൽ നിന്ന് ധാരാളം ലഭിച്ചെങ്കിലും ബോഡി സൂക്ഷിച്ച പൊന്തക്കാട്ടിൽ നിന്ന് ഒരെണ്ണം പോലും കണ്ടുകിട്ടിയില്ല. പിന്നെ ഈ ഫീമെയിൽ ഹെയർ സാമ്പിൾസ് ഇത് കളേർഡാണ്. ചായം പൂശിയ മുടിയുള്ള ഒരേ ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കണ്ടതായി. പക്ഷേ അത് വെച്ച് നമുക്കൊന്നും ഉറപ്പിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ആശ്രമത്തിൽ നടത്തിയ പോലെ ഒരു സയന്റിഫിക് എക്സാമിനേഷൻ ഞങ്ങൾക്ക് ലൗലിയുടെ വീട്ടിൽ നടത്തേണ്ടി വന്നു. ഇതേ ഹെയർ സാമ്പിൾസ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. സാർ, ഈ ലൗലി കൊല്ലപ്പെട്ടതിന്റെ തലേ ദിവസം രാത്രി തോമസ് അച്ഛന് ആശ്രമത്തിൽ ഒരു അൺഎക്സ്പെക്ടഡ് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചോ, ചെമ്മാച്ചനോ? എന്താ ഒന്ന് വിളിക്കു പോലും ചെയ്യാതെ? ഇങ്ങോട്ട് വരാന്ന് വെച്ചു. അച്ഛന്റെ നേർപ്പങ്ങൾ എലിസബത്തിന്റെ മകൻ ഡാനി എന്ന് വിളിപ്പേരുള്ള ഡീക്കൻ നഥാനിയൽ ജോൺസൺ. കുളിച്ചേച്ചു വാ, വല്ലതും കഴിക്കാം. ശരി വെച്ചു. ചെമ്മാശപ്പട്ടം കിട്ടി അച്ചപ്പട്ടത്തിന് കാക്കുന്ന ഡാനി ചെമ്മാച്ചൻ എറണാകുളം ലോ കോളേജ് സ്റ്റുഡന്റൂടാണ്. പിറ്റേന്ന് കാലത്ത് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ തോമസ് അച്ഛൻ കോട്ടയത്ത് അരമനയിൽ പോയി. ആശ്രമത്തിൽ ഡാനി ചെമ്മാച്ചൻ തനിച്ചായി. തുടർന്നുണ്ടായ കാര്യങ്ങൾ ബ്ലെസ്സിയുടെ മൊഴിയിൽ നിന്നും ക്ലിയർ ആണ് സർ. അതിങ്ങനെയാണ്. തങ്ങച്ചി പാത്രം പോലും പോട്ടെ. ക്ലാസ് ഒക്കെ ഉണ്ട്. ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞല്ലേ നിന്നെ കാണാൻ വേണ്ടി. ലവ്ലി, മോളെ പ്ലീസ്, എനിക്കൊരു അബദ്ധം പറ്റിയതാ. നീ വീട്ടിൽ ആരോട് ചെന്ന് പറയരുത്. മാറിയില്ല ബ്ലെസ്സി, ഇതൊരു അബദ്ധമല്ലാന്ന് തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് എനിക്കറിയാം. അതൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയതാണ്. പ്ലീസ്, നീ കുഴപ്പമുണ്ടാക്കരുത്. ഞങ്ങള് നാണോ ഇല്ലല്ലോ നിങ്ങക്ക്? ഈ കൊല്ലം കാണില്ലേ പട്ടം കൊട? ലവ്ലി പ്ലീസ്, ലവ്ലി 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 ഒച്ചയെടുക്കല്ലേ ലവ്ലി. നിനക്ക് എന്തിന്റെ കേടാ? വയ്യാത്ത അപ്പച്ചനെ എല്ലാം കൂടെ അറിയിച്ചിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നിനക്ക്? உடவண்டி தண்டா மூக்க முடியும் பொழுதுடா. அச்சோ அச்சோ, ஏதோ ஒரு இதில் ரீசெண்டாக இதை பார்த்தா பார்த்தோம். மூடுறது கொஞ்சம் ஹெவியாக மூடுனால. எந்த படம்? எம்புரான் இல்லையா? ரீசெண்டாக பார்த்தோம்டா. சவுண்டு கேட்குது. ஸ்டார்டிங்ல இப்படியே நின்று இருக்கா போறாவ. போலீஸ் வந்து வீட்டில் விசாரி. போஸ்ட்மேன் ஆയിരുന്നു. எஸ்கேப்பா? டிப்பாவி ஷாருக்கான் மாதிரி இருக்கிறாங்க. சொந்த தங்கச்சா இருந்தாலும் அந்த ஒரு இது இருக்காதுடா. ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാൻ പോയിട്ട് കൊച്ചിനെ ഇതുവരെ കാണുന്നില്ലല്ലോടി എന്നമ്മേ.
അവള് വല്ല കൂട്ടുകാരികളുടെ അടുത്തും പോയി കാണും. ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട്. പരീക്ഷ എടുക്കുമ്പം അവൾ അങ്ങനെ നീ എൻ്റെ ഉടുപ്പും എടുത്തേ. നേരെ സന്ധ്യ കഴിഞ്ഞു. ഞാനൊന്ന് പോയി നോക്കട്ടെ. போய்கிறா போகலாம். ட்ரெஸ் எல்லாம் எப்படி கழட்டுங்க? இல்லை ட்ரெஸ்லாம் கழட்டில் போல நம்மளுக்கு அந்த ஃப்ரேமில் அப்படி தெரிஞ்சுக்கிது. ட்ரெஸ்ஸு கழட்டு அந்த கலருக்கு அப்படி தெரிஞ்சுக்கிது. ரோமியோ ஜூலியட் 2 பேரும். நான் ஓடிடுவான்னு நினச்சேன். இவ தான் அதில் டிஸ்போஸ் பண்ணுவோம். கரெக்டாக கண்டுபிடிச்சிடும்டா டோபினோ. இது கூட கரெக்டாக இருந்துச்சு. இடத்துல வச்சுட்டு எடுத்துன்னு போயிருக்காங்க. ஃபொரன்சிக் അതെൻ്റെ വീട്ടിലെ ആളുകൾ പറഞ്ഞാൽ ഇനി ലേറ്റ് ആവും. അതുകൊണ്ട് പ്ലസ് പൊക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. പൊക്കോ പൊക്കോ. അന്ന് രാത്രി തോമസ് അച്ഛൻ അരമനയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും ഈ അനന്തരവൻ സ്ഥലം വിട്ടിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഈ പെട്ടെന്നുള്ള സ്ഥലം പിടിയിലും പിറ്റെന്നുള്ള ലൗലിയുടെ മരണവാർത്തയും കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തോമസ് അച്ഛന് തന്നെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിരുന്നു. അദ്ദേഹം അത് ചെമ്മാച്ചൻ അത് സമ്മതിച്ചില്ലെന്നാണ് തോമസ് അച്ഛൻ്റെ മുൻ. പിന്നെ സ്വന്തം ചോരയല്ലേ സർ, ഒന്നും വിട്ടു പറയില്ലല്ലോ. എനിവേ വിൽ ട്രൈ സർ. തൽക്കാലം കാര്യങ്ങൾ ഇതുപോലെ കോൺഫിഡൻഷ്യലായി തന്നെ ഇരിക്കട്ടെ സർ. ആൻഡ് യു ഷുഡ് ബി വെരി കെയർഫുൾ ഓൺ ദി ഫർദർ മൂവ്മെന്റ്സ് ഓഫ് ദിസ് കേസ്. ഷുവർ സർ. அவன் வெறுப்பில் இருப்பானு அதான் சுத்து போடுறான்ல. சேனா எல்லாம் ரிவீல் பண்ணிட்டேன். இது கூட நான் போன தெரியல. ஹிஸ்ட்ரி இருக்குன்னு தோணுது. என்னடா சிரிக்கிறாரு. நோட் பண்ணுறான். நான் அதான் ஃபர்ஸ்ட் ஹாஃப்ல எல்லாத்தையும் சொல்லிட்டாங்க. யாரு என்ன பண்ணுச்சு, என்ன இன்சிடென்ட் எல்லாம் முடிஞ்சா. இல்ல டொவினோ வந்து அது பெருசா நந்துக்குது போலாங்க. കഴിക്ക് കഴിക്കടാ. വേണ്ട എനിക്ക് സേന സാറേ ഇങ്ങ് പോര്. സർ, എസ്പി അദ്ദേഹം. ഹലോ സർ. അവിടെ എല്ലാം ഓക്കെ അല്ലേ? ആ സർ, ഇതുവരെ ഓക്കെയാണ്. ആ കോട്ടയത്തെ കുറച്ച് പത്രക്കാരും പിന്നെ സഭക്കാരും ഒക്കെ കൂടിയിട്ടുണ്ട് കോടതിയുടെ മുമ്പിൽ. നിങ്ങൾ ചെമ്മാച്ചനെയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഫാദർ ഏതോ சொல்லி அம்ச்சிரார் போலுங்கடா. മനസ്സിലായി സർ. ஓகே. சானா ஏன் இப்படி பண்றாரு இவரு? நான் காப்பிரைட் அடிப்பாங்கடா. நான் வேலை வெட்டியே இல்லைடா போங்களா. சரி டா கூடடா வந்து நீங்க ரிலீஜியஸை பற்றி கம்யூனிட்டி ரிலீஜியன் நீங்களே சேர்ந்து புலன்னு புலக வேண்டாம். 2 பரோட்டா பீஃப் சிக்கன் வந்துருப்பாங்க போகுது. ரைடா பா. வாவ் என்ன சொல்லடா. டெலீட் பண்றீங்க. லீட் பண்றேன்டா. இல்ல என்னதான் இருந்தாலும் நான் ஒரு கம்யூனிட்டி ரிலீஜன் எது வந்தாலும் ஒரு உயிர் போயிருக்குல்ல. என்னடா டேய் எவ்வளோ ஆயிட்டா. என்னடா இவனுங்க இதான் பிளான் போடடா. அவனுக்கு செகண்ட் ஹாஃப் வந்து கண்டுபிடித்தான். இதனால தான் அவருக்கு இதுவாக இருக்கும் பொழுது வேலை போயிட்டு இருக்கும் பொழுது உள்ள சுற்றுவாங்களோ. கொஞ்சம் ஆக்சிடென்ட் ஆகிடும். செம்ம கேடியா இருக்கான்டா. என்னடா இவனுங்க சரி நைட்டு ஃபுல்லாக தூங்க விளையாடா திணிக்க அவன். இந்த மிஷன் அப்போ திடீர்னு வண்டி எல்லாம் தரோம். அந்த குவிக் டைம் ஈவெண்ட் வரும். ஏடி கொடுங்க அப்படி ஃபாதர் பிளான் தான் நம்மளுக்கு. அதில் புரிச்சு ஏ முட்டா போயிட்டு சாவ போறடா. கிராஸ் பண்ணிட்டான் நம்மளுக்கு.
என்னடா நீ ஃபுல்லா நான் உண்மையிலே இம்பாக்ட் அப்படிதான் மூஞ்சி மேலே அடிச்சிட்டாங்க சிஜியில். அவள்தான் வேற போச்சு. உன்னி ஒரு யூரோ சேர்த்து விலங்கு கையில் போட்டுருந்தோம். ക്രൈം നമ്പർ 347/93 ലൗലി മാത്തൻ വധക്കേസിൽ ഒന്നാം പ്രതിയായി കണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഡീക്കൺ നഥാനിയൽ ജോൺസൺ എന്ന ഡാനി ചെമ്മാച്ചൻ 24/9/1993 രാവിലെ 10:50 ചങ്ങനാശ്ശേരി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വളപ്പിൽ നിന്നും രക്ഷപ്പെടാനിടയായത്. തുടർന്ന് മേൽക്കുളങ്ങര റെയിൽവേ ലെവൽ ക്രോസിൽ വെച്ച് ട്രെയിൻ തട്ടി മരണപ്പെടാനിടയായത്. ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചിങ്ങവനം സബ് ഇൻസ്പെക്ടർ ആനന്ദ് നാരായണന്റെയും കോൺസ്റ്റബിൾമാരായ കബീർ ഹസന്റെയും ചന്ദ്രസേനന്റെയും KR സുകുമാരന്റെയും ഗുരുതരമായ അശ്രദ്ധ കൊണ്ടും സുരക്ഷാ വീഴ്ച കൊണ്ടും ഉദാസീനത കൊണ്ടുമാണെന്ന് വായന പ്രകാരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആയതിൽ നിന്ന് ഇവർ പ്രഥമ ദൃഷ്ടിയിൽ കുറ്റക്കാരെന്ന് ബോധ്യപ്പെട്ടതിനാൽ മേൽപ്പറഞ്ഞ സേനാംഗങ്ങളെ ടിയാൻമാർക്കെതിരെ 1958 കേരള എൻക്വയറീസ് പണിഷ്മെന്റ് ഉത്തരവാക്കുന്നു. അതും ഇല്ലാമ അവൻ താണ്ടി പോയിട്ടാன். ஏன் அப்படின்னா സാറിനകത്തേക്ക് വിളിക്കുന്നു.